ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും തൊഴിലുറപ്പ് പദ്ധതിയിലും കൂടാതെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മോഡൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് എംപ്ലോയബിലിറ്റി സെൻറ്റർ തൃശ്ശൂരിൻ്റെയും എലിംസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പോങ്ങണങ്കാടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 2026 മെയ് 30 ശനിയാഴ്ച ഒരു ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 10-ലധികം പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി 400-ലധികം തൊഴിലവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. 30/5/2026 രാവിലെ 10 മണിക്ക് നിങ്ങളുടെ ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി എലിംസ് കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പോങ്ങണങ്കാട് നേരിട്ട് ഹാജരാവേണ്ടതാണ്. ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് പോസ്റ്ററിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ ITDP ഓഫീസിന് കീഴിലുള്ള പ്രീമെട്രി ഹോസ്റ്റലുകൾ, MRSകൾ എന്നിവിടങ്ങളിൽ വാച്ച്മാൻ, കുക്ക്, ആയ, സ്വീപ്പർ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. വൈത്തിരി താലൂക്ക് പരിധിയിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അവസരം വന്നിട്ടുള്ളത്. പ്രായപരിധി 25 മുതൽ 50 വയസ്സ് വരെയാണ്. കുക്ക്, ആയ തസ്തികകളിലേക്ക് 7ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്കും കുക്ക് തസ്തികയിലേക്ക് സർക്കാർ അംഗീകൃത ഫുഡ് ക്രാഫ്റ്റ്, KGTE ഫുഡ് പ്രൊഡക്ഷൻ യോഗ്യതയുള്ളവർക്കും മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മെയ് 29 രാവിലെ 10 മുതൽ കൽപ്പറ്റ ITDP ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ ഓടയം ഹാച്ചറിലേക്ക് ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ മുതലായ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്കിൽഡ് ലേബറിനെ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട്. ITI ഇലക്ട്രിക്കൽ ട്രേഡിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്ലംബിംഗ് ജോലികളിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 30 രാവിലെ 10:30 അഡാക്കിൻ്റെ വർക്കല, ഓടയം ഹാച്ചറികളിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ തസ്തികയിലെ ഒഴിവിലേക്ക് മെയ് 29 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ PTA ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവ് വന്നിട്ടുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് 29 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി കോളേജിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ കീഴിൽ നടത്തുന്ന ജോബ് ഡ്രൈവ് മെയ് 30 നടക്കുന്നുണ്ട്. 3 സ്വകാര്യ സ്ഥാപനങ്ങളിൽ ക്യാഷ്യർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, പ്രോഡക്റ്റ് സ്പെഷ്യലിസ്റ്റ്, ടെക്നീഷ്യൻ, സർവീസ് അഡ്വൈസർ, കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ്, ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്, യൂണിറ്റ് സെയിൽസ് മാനേജർ, ചാനൽ പാർട്ണർ എന്നീ ഒഴിവുകളിലേക്കാണ് നിയമനം. 10ാം ക്ലാസ്, +2, ബിരുദം, ITI, ഓട്ടോമൊബൈൽ, മെക്കാനിക്കൽ, BCom, MCom എന്നിവയാണ് യോഗ്യത വരുന്നത്. എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രാവിലെ 10 മണിക്ക് ഹാജരാവണം. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായും 300 രൂപയും സഹിതം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ നേരിട്ട് എത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.